എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്യൂപിഡ്സ് ലാസ്റ്റ് വിഷ് എന്ന് പറഞ്ഞൊരു തായ് BL ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് ഫാൻറ്റസി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഈ ഡ്രാമയുടെ മെയിൻ ലീഡിൻ്റെ പേരാണ് ലിൻ. അവനും അവൻ്റെ ബോയ് ഫ്രണ്ടും കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവന് പെട്ടെന്നൊരു സ്വപ്നം വരാണ്. കാരണം ഇവൻ്റെ ഉള്ളിൽ ഇവനൊരു പെൺകുട്ടിയാണ്, പക്ഷേ മറ്റൊരാൾക്കാരുടെ മുമ്പിൽ ഇവനൊരു ആൺകുട്ടിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇവനൊരു പെൺകുട്ടിയാണെന്നുള്ളത് ഇവന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഇവനൊരു ആൺകുട്ടിയായിരിക്കും. അപ്പോൾ ഇവൻ്റെ പെൺകുട്ടിയായിട്ടുള്ള രൂപം ഇവൻ നേരിട്ട് കാണുകയാണ്. ആ സമയത്ത് ഇവൻ ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത്, അതായത് ലിൻ ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പെട്ടെന്ന് മാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവളുടെ പേര് പറഞ്ഞിട്ട് അവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ ബോയ് ഫ്രണ്ട് അവനെ വിളിക്കുകയും അവൻ ഞെട്ടി എണീക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവൻ ആ സ്വപ്നം കാരണം ലിന്നിന് പാനിക് അറ്റാക്ക് ഉണ്ടാവുകയാണ്. അവനൊട്ടും തന്നെ ശ്വാസം കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അവൻ എന്തുകൊണ്ടാണ് ആ സ്വപ്നം കണ്ടത് എന്നുള്ള ഇതൊന്നും അവന് മനസ്സിലാവുന്നില്ല. അവൻ്റെ ബോയ് ഫ്രണ്ടാണെങ്കിൽ അവനെ നല്ല രീതിയിൽ കാമാക്കുകയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ്റെ ബോയ് ഫ്രണ്ട് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അവൻ മിററിൽ നോക്കുമ്പോൾ അവനൊരു പെൺകുട്ടിയായിട്ടാണ് അവന് കാണാൻ കഴിയുന്നത്. പക്ഷേ അവൻ്റെ ബോയ് ഫ്രണ്ടിനെ അവനൊരു ആൺകുട്ടിയായിട്ട് തന്നെയാണ് കാണുന്നതും. ഇവർ പലതവണയായിട്ട് അപകടങ്ങളിൽ പെടുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇവർ പരസ്പരം സപ്പോർട്ടീവായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവരുടെ സ്വന്തം ജീവൻ പോലും അപകടത്തിൽപ്പെടുത്തിയിട്ട് തന്നെ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവരുടെ പശുക്കുട്ടീന് ഒരു അസുഖം വരെയാണ്, ശ്വാസം കിട്ടാതെ ആ പശുക്കുട്ടിക്ക് ഒരു അസുഖം വരപ്പോൾ ഇവർ ഓടിച്ചെന്ന് അവർ ആ പശുവിനെ രക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവൻ ഒരുപാട് സ്ട്രെസ്സായിട്ട് ഈ ലെൻ ഫെയിൻ്റായിട്ട് വീഴാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. ആ സമയത്തും ഇവൻ്റെ ബോയ് ഫ്രണ്ട് തന്നെയാണ് അവനെ രക്ഷിക്കുന്നതും. ഇവരൊരു ഗുഹയ്ക്കകത്തൂടെ എന്തോ അന്വേഷിച്ച് പോകുമ്പോൾ ഇവരൊരു കുളത്തിൻ്റെ അകത്ത് വീഴുന്നുണ്ട്. അത് വളരെ ആഴമുള്ള കുളം ആയതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് നീന്തി മുകളിലോട്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൻ്റെ ബോയ് ഫ്രണ്ടായ ലിന്നാണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് ഇവന് ഒട്ടും ബോധമില്ലാതെ കിടക്കുകയായിരുന്നു കുളത്തിനകത്ത്. അങ്ങനെ ഇവനാണെങ്കിൽ കൃത്രിമ ശ്വാസം കൊടുക്കുകയാണ്. അതോടുകൂടി ഇവൻ്റെ ബോയ് ഫ്രണ്ടിന് ബോധം വരുന്നുണ്ട്. പക്ഷേ ഇവൻ ഈ കുളത്തിൻ്റെ അകത്ത് വെച്ച് തന്നെ ശ്വാസം കൊടുക്കുന്നത് കൊണ്ട് ഇവൻ്റെ ശ്വാസം നഷ്ടപ്പെടുകയും ഇവൻ പൂർണ്ണമായിട്ടും ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ ബോയ് ഫ്രണ്ട് ലിന്നിനെ പെട്ടെന്ന് തന്നെ കരയിലേക്ക് എത്തിക്കുകയും അവന് CPR ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അവനൊട്ടും തന്നെ ബോധം വരുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൻ വലിയ രീതിയിൽ കരയുന്നുണ്ട്. അവൻ്റെ കണ്ണീര് അവൻ്റെ ദേഹത്ത് വീഴുന്നതും അവൻ പെട്ടെന്ന് ഞെട്ടി എണീക്കുകയും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വെള്ളമൊക്കെ പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ ബോയ് ഫ്രണ്ടും ലിന്നിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അവന് നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് വിചാരിച്ചത്. ലിന്നാണെങ്കിൽ അവൻ്റെ സ്വന്തം ജീവൻ പോലും നോക്കാതെയാണ് അവൻ്റെ ബോയ് ഫ്രണ്ടിനെ അവൻ രക്ഷിച്ചത്. അതോടുകൂടി തന്നെ ഇവർക്ക് പരസ്പരം എത്രത്തോളം സ്നേഹം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഡ്രാമ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് ഇതിൻ്റെ സ്റ്റോറി ലൈന് ക്ലിയർ ആയിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ ഞാൻ ഫുൾ എപ്പിസോഡ് കണ്ടിട്ടില്ല. ഞാൻ ഈ 6 സീൻസിൻ്റെ എപ്പിസോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായിരിക്കാം. ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് കണ്ടിട്ട് ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു ഫുൾ വീഡിയോ റിവ്യൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇവൻ എന്തുകൊണ്ടാണ് ഇവന് മാത്രം പെൺകുട്ടിയാണെന്നുള്ളത് മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ഇവനൊരു ആൺകുട്ടിയായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള പ്ലോട്ട് നമുക്ക് കൂടുതൽ വീഡിയോസ് കണ്ടിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്കിതിൻ്റെ ഫുൾ പ്ലോട്ട് എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഈ സീൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ലാസ്റ്റ് വരെയും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്